പ്രിയരെ, ഇത് പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് വിതക്കാരൻ്റെ ഉപമയാണ്. ക്രിസ്തു പഠിപ്പിച്ച മനോഹരമായ ഉപമകളിൽ ഒന്നാണത്. വിതക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. അയാൾ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലത് പാതയോരത്ത് വീണു, പക്ഷികൾ വന്ന് അത് ആഹാരമാക്കി. ചിലത് പാറപ്പുറത്ത് വീണു. മണ്ണ് കുറവായതിനാൽ അത് നാമ്പ് കിളിർത്ത് വന്നപ്പോഴേ ഉഗ്രസൂര്യതാപത്താൽ അത് കരിഞ്ഞുപോയി. ചിലത് മുൾപ്പടർപ്പിൽ വീണു, മുള്ളുകൾ അവയെ ഞെരിച്ചു കളഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു. അവ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം നൽകി. ക്രിസ്തുവിൽ പറയുന്നുണ്ട്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഉപമ നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് നല്ല നിലമെന്ന് ഒരു മനുഷ്യന് ബോധ്യപ്പെട്ടാൽ, ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സഹനങ്ങളുടെയും മുറിവുകളുടെയും കണ്ണുനീരിൻ്റെയും കണക്കെടുക്കുമ്പോൾ നിനക്ക് ദൈവത്തിന് മുമ്പിൽ പരാതിയില്ലാതെ കരം കൂപ്പി നന്ദി കർത്താവേ എന്ന് പറയുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നീ ഉയർന്നു വരും. എങ്ങനെയാണ് ഒരു കർഷകൻ നിലം ഒരുക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അയാൾ ആദ്യമേ കണ്ടം നന്നായിട്ട് അയാൾ ഉഴുതുമറിക്കും. ഉഴുതുമറിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. തൻ്റെ കലപ്പയുടെ നാവ് ആ മണ്ണിലേക്ക് കർഷകൻ അമർത്തി പിടിക്കും. എന്നിട്ടാണ് കാള ആ കലപ്പ വലിച്ചുകൊണ്ട് പോകുന്നത്. ആ മണ്ണിനെ തലങ്ങും വിലങ്ങും അത് ഈ കർഷകൻ കീറി മുറിക്കും. മണ്ണിൻ്റെ മേനി പൊട്ടുവാൻ തുടങ്ങും, മുറിയാൻ തുടങ്ങും. മുറിഞ്ഞ മണ്ണ്, ആഴത്തിൽ മുറിവുണ്ടാകുന്ന മണ്ണിലേക്കാണ് കർഷകൻ വിത്ത് വലിച്ചെറിയുന്നത്. അപ്പോൾ മുറിവുകൾക്കിടയിലേക്ക് വീണിരിക്കുന്ന മണ്ണിൻ്റെ മുറിവുകൾക്കിടയിലേക്ക് വീണിരിക്കുന്ന ഈ വിത്തിന് അതിൻ്റെ നനവ് കൊണ്ട്, മണ്ണിൻ്റെ നനവ് കൊണ്ടാണ് ഈ വിത്ത് പതുക്കെ പൊട്ടി മുളച്ച് പുറത്തേക്ക് വരുന്നത്. ഈ മണ്ണിൻ്റെ അകത്ത് കലർന്നിരിക്കുന്ന ജൈവകണങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ വിത്ത് അതിൻ്റെ വേരുകളാഴ്ത്തി ആ ജൈവകണങ്ങളെ വലിച്ചെടുത്താണ് ഇത് വളർന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ മുറിപ്പെടാതെ, ഒരാളുടെ ജീവിതത്തിലേക്ക് മുറിവുകൾ വരാതെ, ആ മുറിവുകൾക്കിടയിലേക്ക് ദൈവത്തിൻ്റെ കൃപയെ സ്വീകരിക്കാതെ ആരും ലോകത്ത് ഇന്നുവരെ ഫലം പുറപ്പെടുവിച്ചിട്ടില്ല. നിന്റെ മുറിവുകൾക്കിടയിലേക്ക് നീ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ നിന്റെ ചോര കൊടുത്ത് നനച്ച്, നിന്റെ ജീവിതത്തിൻ്റെ നന്മകൾ കൊണ്ട് പരിപോഷിപ്പിച്ച്, ഒടുവിൽ നീ അതിനെ വളർത്തിയെടുത്ത് അത് പന്തലിട്ട് നിൽക്കുകയും തണലേകുകയും പൂക്കൾ നൽകുകയും കനി നൽകുകയും രീതിയിൽ നിന്റെ ജീവിതത്തിൽ ഒരു കൃപ വളർച്ച പ്രാപിക്കുമ്പോഴാണ് നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനെന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിന്റെ മുറിവുകൾക്കിടയിലേക്ക് നീ എത്രമാത്രം നീ ദൈവത്തിൻ്റെ വചനത്തെ ചേർത്ത് പിടിക്കുന്നോ അത്രമാത്രം അനുഗ്രഹമുള്ള ഒരാളായി മാറുകയും ചെയ്യും. തിരുവചനം പറയുന്നില്ലേ, അവൻ തൻ്റെ മുറിവുകൾക്കിടയിൽ വെച്ച് നമ്മളെ സൗഖ്യപ്പെടുത്തിയെന്ന്. ഇപ്പൊ ക്രിസ്തു ഈ ലോകത്തെ സൗഖ്യപ്പെടുത്തുവാൻ ഉപയോഗിച്ച ഔഷധം എന്താണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവിൻ്റെ ചോരയായിരുന്നു. വചനം പറയുന്നു, അവൻ നമ്മളെ സൗഖ്യപ്പെടുത്തിയത് അവൻ്റെ മുറിവുകൾക്കിടയിലേക്ക് ചേർത്ത് പിടിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഈ ലോകത്ത് ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മയിലേക്ക് ഉയർച്ച പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവൻ മുറിയാൻ തയ്യാറാകണം. നിന്റെ മുറിവുകൾക്കിടയിലേക്ക് നീ ഒന്നിനെ ചേർത്ത് പിടിക്കുമ്പോഴേ അതിൻ്റെ മേൽ കൃപയൊഴുകുകയുള്ളൂ. നിന്റെ മുറിവുകളിൽ ഇരുന്ന് മാത്രമേ ഒരു കൃപ വളരുകയുള്ളൂ. അപ്പോൾ മാത്രമേ അനുഗ്രഹമുള്ളൊരു വ്യക്തിയായിട്ട് നിനക്ക് മാറാനായിട്ട് പറ്റുകയുള്ളൂ. മുറിവേൽക്കാതെ, കണ്ണുനീരില്ലാതെ, തകർക്കപ്പെടാതെ ഒരു മനുഷ്യനും ഇന്ന് വരെ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ് നിന്നിട്ടില്ല. അതുകൊണ്ട് സങ്കടം എനിക്ക് വേണ്ട. കർത്താവ് എല്ലാ ദിവസവും എനിക്ക് കണ്ണുനീര് മാത്രമാണ് നൽകുന്നത്. കാലം ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ അരികിൽ നിന്ന് എൻ്റെ കണ്ണുനീരിന് മാത്രം ഒരു പ്രതിഫലം ലഭിച്ചില്ലല്ലോ എന്ന് പരാതിപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ മുറിവുകൾക്ക് ആഴം കുറഞ്ഞുപോയി.
ഒരു വിത്ത് സ്വീകരിച്ച് അതിന് വേരോട്ടമുണ്ടാക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള മുറിവ് ഇതുവരെ നിനക്കുണ്ടായിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ആഴത്തിൽ നീ മുറിഞ്ഞാൽ ആഴത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിതം 30 മേനിയും 60 മേനിയും 100 മേനിയുമാക്കി കർത്താവ് ഉയർത്തിക്കൊണ്ടുവരും. തിരുവചനത്തിൽ നമ്മൾ കാണുന്നില്ലേ, എങ്ങനെയാണ് മുന്തിരിവള്ളി നന്നായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നത്? വെട്ടിയൊരുക്കുന്ന ശാഖകളുള്ള മുന്തിരിച്ചെടിയിൽ മാത്രമേ മുന്തിരി നന്നായി ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം നിന്റെ വഴികളിൽ നിന്നെ ഒന്ന് വെട്ടിയാൽ, ദൈവം നിന്നെ ഒന്ന് മുറിച്ചാൽ, ആ മുറിവ് എന്നേക്കുമായി ദൈവം നിന്നെ കൈവെടിഞ്ഞു എന്നതിൻ്റെ കാര്യമല്ല നിന്നെ പഠിപ്പിക്കുക. പിന്നെയോ ദൈവം നിന്നെ വെട്ടുവാൻ തുടങ്ങിയാൽ, ദൈവം നിന്നെ മുറിക്കുവാൻ തുടങ്ങിയാൽ ഒന്ന് നീ ആലോചിച്ചു കൊള്ളുക, നിന്റെ ദൈവം നിന്നെ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് വരെ നീ വീണിരിക്കുന്ന കണ്ണുനീരിൻ്റെ വഴികളിൽ, നീ ചവിട്ടി നടക്കുന്ന പ്രയാസങ്ങളുടെ വഴികളിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിലൊന്ന് ആഴപ്പെട്ട് വിശ്വസിക്കുക. ഹൃദയത്തിൽ നീ ആഴത്തിൽ എങ്ങനെ വിശ്വസിക്കണം? ഒലിവ് പൂക്കുന്ന താഴ്വാരത്തിലും ഓർശലേമിന്റെ തെരുവീഥികളിലും 1000 മെഴുകുതിരി കൊളുത്തി ഒരു നാൾ നിന്റെ ദൈവം നിന്നെ കാത്തു നിൽക്കും, നിന്നെ സ്വീകരിക്കുവാൻ വേണ്ടി, അനുഗ്രഹിക്കുവാൻ വേണ്ടി. അതിനുവേണ്ടി ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി, ഈശോയെ, എൻ്റെ ജീവിതത്തിലെ കണ്ണുനീരിന് മുമ്പിൽ ഞാൻ പലപ്പോഴും പതറിപ്പോയിട്ടുണ്ട്. നൊമ്പരങ്ങൾ എന്നെ ഓരോ ദിവസവും എന്നെ ആഴങ്ങളിലേക്ക് തള്ളിയിടുമ്പോൾ ഞാൻ പരാതിപ്പെട്ടു പോയിട്ടുണ്ട്. കർത്താവേ, ജോബിനെ പോലെ പ്രാർത്ഥിക്കുവാൻ എനിക്ക് ബലം നൽകണമേ. എൻ്റെ മാംസം അഴുകിയില്ലാതായാലും എൻ്റെ അസ്ഥികളിൽ നിന്ന് ഞാൻ അങ്ങയെ സ്തുതിക്കും.